നമസ്കാരം. പ്രസാദ് ശർമ്മ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. ഇപ്പം ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളിൽ കാണുന്ന ഏറ്റവും ഒരു ദുരിതം പിടിച്ച ഒരു ശാപദോഷമാണ് ദാമ്പത്യ ദുരിത ശാപം. എന്താണ് ദാമ്പത്യ ദുരിത ശാപം? ഇത് പരിപൂർണമായിട്ടും മാറാനും ഈ സ്ത്രീ കുടുംബ ജീവിതത്തിലെ പല മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ദമ്പതിപരമായിട്ടും ദാമ്പത്യപരമായിട്ടൊക്കെ പതനം, പരാജയവും കലഹവും വിദ്വേഷണം ഉണ്ടായി ജീവിത സൗഭാഗ്യം തന്നെ നശിക്കുന്ന ഒരു ദുരിതമാണ് ദാമ്പത്യ ദുരിത ശാപം. ഈ ദാമ്പത്യ ദുരിത ശാപം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇത് ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറുപ്പകാലങ്ങളിലൊക്കെ ഒരു 2-4 തരത്തിൽ ഇത് വരും. സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അപ്പം അതുകൊണ്ട് പലതരത്തിലും ഇത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാൾ ഇഷ്ടപ്പെട്ടു, അയാൾ ഇഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചു, വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ കാലത്ത് അത് നടക്കാതെ വരികയോ അല്ലെങ്കിൽ നമ്മൾ ആ വിവാഹ ബന്ധത്തിൽ നിന്ന് വേണ്ടാതെ മറ്റൊരു വിവാഹം കഴിക്കുകയോ കൂടി ചെയ്താലും നമുക്ക് ആ കുടുംബ ജീവിതത്തിൽ എന്താണ് മാനസികപരമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവില്ല. കാരണം മറ്റൊരാളുമായി ജീവിക്കാൻ വേണ്ടി നമ്മൾ അമ്പലങ്ങളിലോ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെ ചർച്ചിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ വഴിപാടുകളൊക്കെ ചെയ്ത് അത് അനുഗ്രഹമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ തന്നെ അത് വേണ്ടാന്ന് വെച്ച് മറ്റൊരു വിവാഹത്തിലേക്ക് മാറുമ്പോൾ ഈ ഈശ്വര ചൈതന്യ ദുർവിനിയോഗത്തിൻ്റെതും ആ മറ്റൊരാളുമായിട്ട് ജീവിക്കാനുള്ള അനുഗ്രഹത്തിൻ്റെയും ഭാഗം അവിടെ നിൽക്കുമ്പോൾ വേറൊരാളുമായി ജീവിക്കുമ്പോൾ നമുക്ക് പരിപൂർണ സംതൃപ്തമായ സുഖ സൗഭാഗ്യം ലഭിക്കാതെ പോകുന്ന ഒരു ദോഷം കൂടി ഇതിലുണ്ട്. പിന്നെ അത് മറ്റൊരു തരത്തിലെന്ന് വെച്ചാൽ, നിലവിൽ നമ്മളൊരു ഭർത്താവിനായിട്ട് ജീവിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ പലതരത്തിലുള്ള സാമ്പത്തികവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലും സപ്പോർട്ടിങ്ങും അതുപോലെ തന്നെ സഹായവും ഒക്കെ ചെയ്തു വരുന്ന ഒരു വ്യക്തിയെ മാനസികമായിട്ടും എല്ലാ തരത്തിലും ഇഷ്ടപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതൊരു തെറ്റായിട്ട് കണക്കാക്കാനും പറ്റില്ല. കാരണം നമുക്ക് എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യണം. കാരണം വീട്ടിലാണെങ്കിൽ സ്വസ്ഥതയല്ല, ഭർത്താവാണെങ്കിൽ ഒരു കീറാമുട്ടി പോലത്തെ ഒരാൾ. അപ്പോൾ ജീവിതത്തിൽ നമ്മളൊരു സ്നേഹം എന്നുള്ളത് ഏതൊരാളിലേക്കും നമ്മൾ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. ഏതൊരാളെയും നമുക്ക് ആകർഷിക്കുന്ന ഒരു കാര്യമാണ് സ്നേഹം. അപ്പം നമുക്ക് നഷ്ടപ്പെട്ടതും ജീവിതത്തിലെ സൗഭാഗ്യങ്ങളൊക്കെ മറ്റൊരാളിൽ നിന്ന് കിട്ടുമ്പോൾ ആ വ്യക്തിയുമായിട്ട് മാനസികവും ശാരീരികവുമായിട്ട് നമുക്ക് എന്തുണ്ടാവും? ശാരീരിക ബന്ധമുണ്ടാവും. ഈ ശാരീരിക ബന്ധം ചിലപ്പോൾ പല സാഹചര്യങ്ങളിലും പല തരത്തിലും പല ആളുകളുമായിട്ടും ചിലപ്പോൾ ഉണ്ടാവേണ്ടി വന്ന പല സ്ത്രീകളും ഉണ്ടാവും ജീവിതത്തിൽ. കാരണം ഇഷ്ടപ്പെട്ടവരാവാം, പിന്നെ ജോലി സംബന്ധമായിട്ടാവും, യാദൃശികമായിട്ടും അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുന്ന അവസ്ഥകളായിട്ട്, അങ്ങനെ പലതരത്തിലും മോഹാത്സ്യം കൊണ്ടൊക്കെ പലവർക്കും മാനസികപരമായിട്ട് മോഹ വിചാരങ്ങളെ കൊണ്ടും അല്ലെങ്കിൽ ചതിക്കുഴിയിൽ പെട്ടിട്ടാണെങ്കിലും ഇതൊക്കെ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ വരുമ്പോഴാണ് ഇതിന് ദാമ്പത്യ ദുരിത ശാപം എന്ന് പറയാം. ഇപ്പം നിലവിൽ ഒരു ഭർത്താവിനായിട്ട് ജീവിക്കുകയും അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ച് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് ജീവിക്കുമ്പോൾ ഈ വ്യക്തി നമ്മളെ ഭർത്തൃസ്ഥാനത്ത് നിൽക്കുമ്പോൾ മുന്നേ നമ്മളോടൊപ്പം ശാരീരികമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി അത് ഭർത്തൃസ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ശാരീരിക ബന്ധം വന്നു കഴിഞ്ഞാൽ അത് ഭർത്തൃസ്ഥാനമാണ് അയാൾക്കുള്ളത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ 2 വ്യക്തികളുടെ ദുരിതങ്ങളെ കൊണ്ടും അവരുടെ കുടുംബ ദുരിതങ്ങളെ കൊണ്ടും ഇതൊക്കെ നമുക്കുണ്ടാകുന്ന ദോഷങ്ങളെയാണ് ദാമ്പത്യ ദുരിതം എന്ന് പറയുക. ശാരീരിക ബന്ധപ്പെടുന്ന അതിലൂടെ വരുന്നതാണ്. അത് മറ്റ് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാകുമ്പോൾ അവരുടെയൊക്കെ തറവാടിൻ്റെയും കുടുംബത്തിൻ്റെയും ദോഷങ്ങളൊക്കെ നമ്മളിലേക്ക് വരികയാണ്. ഈ വരുന്ന ഒരു കാര്യത്തിൽ ഒരാളുമായിട്ട് ശാരീരിക ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മുടെ ഭർത്തൃസ്ഥാനത്തേക്കാണ് വരിക. അല്ലാതെ താലി കെട്ടലും നമ്മൾ പൂമാലടലൊന്നും അല്ല. ഇപ്പം നമ്പൂരി വിഭാഗത്തിലൊക്കെ പെട്ട ആളുകൾ ആ പെണ്ണിൻ്റെ അച്ഛനാണ് താലി കെട്ടുക. ആ കെട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? വരനെ നല്ല കൈ പിടിച്ച് കൊടുത്തതിന് ശേഷം അവർ നല്ല മുഹൂർത്തം നോക്കി, ശാന്തി മുഹൂർത്തം നോക്കി ശാരീരികമായി ബന്ധപ്പെട്ടാൽ മാത്രമാണ് അവർ ഭാര്യയും ഭർത്താവും ആവുള്ളൂ.
അല്ലാതെ താലി കെട്ടിലൊന്നുമല്ല. താലി കെട്ടലൊക്കെ പെണ്ണിൻ്റെ അച്ഛനാണ്. അവർക്കൊക്കെ ചടങ്ങുകളാണ്. ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും ഭാര്യയും ഭർത്താവ് ആവണില്ല. ഇവരും ശാന്തി മുഹൂർത്തത്തിൽ നമ്മൾ ശാരീരികമായിട്ട് നോക്കി നല്ല ദിവസവും നേരവും നോക്കി ബന്ധപ്പെടുന്നതോടത്താണ് ഇത് വരിക. അപ്പോൾ ഈ ബന്ധമാണ് ഭാര്യയും ഭർത്താവാക്കുന്നത്. അത് ഒന്നിൽ കൂടുതലാവുമ്പോൾ ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരുടെ ദുരിതങ്ങളും ദോഷങ്ങളും നമ്മളിലേക്ക്, ആ തറവാടിൻ്റെ ദോഷങ്ങൾ നമ്മളിലേക്ക് വരുന്ന ഒന്നിനെയാണ് ദാമ്പത്യ ദുരിതം എന്ന് പറയുക. ഈ ദുരിതം വരുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ നല്ല പ്ലസ് പോയിന്റ് ആയിരിക്കും. നമുക്ക് മനസ്സിനൊന്നും ഫീലിംഗ് ഉണ്ടാവില്ല. നല്ല എൻജോയ്മെന്റ്, നല്ല സന്തോഷം, എനിക്ക് കെയർ ചെയ്യാൻ ആളുണ്ട്, എനിക്ക് എന്ത് കാര്യത്തിനും ആളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എൻജോയ് ചെയ്തിരിക്കുക. ഈ സന്തോഷങ്ങളൊക്കെ പ്രായമാകും തോറും അല്ലെങ്കിൽ ചില ദോഷ സമയങ്ങളിലൊക്കെ ഈ സന്തോഷങ്ങളൊക്കെ താറുമാറാവുന്ന ഒരു കാലം കൂടി ഓരോ വ്യക്തികളിലും വരും. ഇത് വരിക എങ്ങനെയാന്ന് വെച്ചാൽ, ഈ മക്കളെ കൊണ്ട് ഗുണമല്ല. ഈ ദാമ്പത്യ ദുരിതം ഉള്ള സ്ത്രീ ആകുമ്പോൾ എത്ര ആത്മാർത്ഥമായി അങ്ങോട്ട് സ്നേഹിച്ചാലും അവരുടെ ഭാഗത്തുനിന്ന് പരിപൂർണ നല്ല സ്നേഹമൊക്കെ ഒരു സമയത്ത് ഉണ്ടാവും. പിൻകാലത്ത് കുറഞ്ഞിട്ട് അത് നമ്മളെ ഇട്ടുപോകും. അപ്പോൾ നമ്മൾ എത്രമാത്രം അങ്ങോട്ട് സ്നേഹിക്കുന്നോ അത് ഒക്കെ ആദ്യമൊക്കെ നമ്മളോട് ഭയങ്കര സ്നേഹവും ഇഷ്ടമൊക്കെ ആയിരിക്കും. പിന്നീട് അത് നമ്മളിൽ നിന്ന് അകന്നിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരിതാവും. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ വേറൊരാളെ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇതന്നെ സ്ഥിതി. ഇനി നല്ല രീതിയിൽ കല്യാണം കഴിച്ചാലും ഇതന്നെ സ്ഥിതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ സ്നേഹവും സന്തോഷവും പരിപൂർണമായിട്ട് നമുക്ക് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റാതെ പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. അപ്പോൾ അത് വ്യക്തിപരമായിട്ട് അതൊക്കെ പോട്ടെ, എനിക്ക് 2 മക്കളുണ്ട്, എൻ്റെ മക്കൾ എന്നെ നോക്കിക്കോളും, അതുകൊണ്ട് ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചോളാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ ദുരിതം നിൽക്കുന്ന സമയത്ത് മക്കൾക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും നമ്മളെ അകൽച്ച, വിദ്വേഷണം, വെറുപ്പായിരിക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഫീൽ ചെയ്യുന്ന നിങ്ങളുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടോ, അവരുടെയൊക്കെ ജീവിതം ഏത് തരത്തിലാണ് എന്നുള്ളത് നിങ്ങൾ നന്നായി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ ദോഷങ്ങൾ 2-3 അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകാനും ഈ ദാമ്പത്യ ദുരിത ശാപം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന് ബാധിക്കാതെ എല്ലാ തരത്തിലുള്ള ദുരിതപാപ മോക്ഷം നമ്മളിപ്പോൾ മറ്റു ദോഷ പ്രതിവിധിയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ഏത് തരത്തിലുള്ള ദോഷങ്ങളാണെങ്കിലും ദുരിതങ്ങളാണെങ്കിലും ശാപങ്ങളാണെങ്കിലും ദാമ്പത്യ ദുരിതത്തിനോട് ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബപരമായിട്ട് വന്നിട്ടുണ്ടോ ഇതൊക്കെ ഒഴിഞ്ഞു പോയി നല്ല രീതിയിലുള്ള കുടുംബജീവിതവും ഭർത്താവിനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളായിട്ടോ നല്ലൊരു ജീവിതം നിലനിർത്താനും അവരുടെ മനസ്സും ശരീരവും സ്നേഹമൊക്കെ നമ്മളോടൊപ്പം എന്നും ഉണ്ടാവാനും വേണ്ടിയിട്ടും ഈ ദാമ്പത്യ ദുരിത ശാപം തീർത്തു കഴിഞ്ഞാൽ അത് വളരെയധികം ഗുണമാണ്. അത് സ്വന്തമായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ചെയ്യുന്നത് യഥാർത്ഥ വിധി ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഇതിനെന്താണെന്ന് വെച്ചാൽ മഹാസുദർശന ഹോമം ചെയ്തിട്ട് ഈ വ്യക്തിയുടെ പേരും നാളും പറഞ്ഞിട്ട് ആണ് ഹോമിക്കുക. ഹോമിച്ചതിന് ശേഷം ദാമ്പത്യപരമായി വന്നു ചേർന്നിട്ടുള്ള ശൈവ വിഷ്ണു ശാക്തേയപരമായിട്ടും ചാത്തൻ ചൊവ്വാപരമായിട്ടും പൊതുജന കുടുംബജന ബന്ധുജനപരമായിട്ടും വന്നു ചേർന്നിട്ടുള്ള സമസ്ത ദുരിതങ്ങളും ശാപങ്ങളും ബാധകളും ഒഴിഞ്ഞു പോകണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇത് ഹോമിക്കുക. ഈ ഹോമം കഴിഞ്ഞതിന് ശേഷം ഒരു ലക്ഷ്മി നാരായണ പ്രതിമയിലേക്കോ ചതുർബാഹു പ്രതിമ, വിഷ്ണു പ്രതിമ എന്നൊക്കെ പറയുന്ന പ്രതിമയിലേക്കോ നമ്മളുടെ ഇതിലേക്ക് ആവാഹിച്ച് ഇത് മഞ്ഞപ്പട്ടിൽ കെട്ടി വിഷ്ണു ക്ഷേത്രത്തിൽ സമർപ്പിച്ച് നമ്മുടെ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ തീർന്ന് ദാമ്പത്യ ദുരിത ശാപം തീർത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ നല്ല രീതിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹവും ഐശ്വര്യം ഉണ്ടാക്കി തരണം ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ ദാമ്പത്യ ദുരിത ശാപം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞ് നിലവിൽ നിൽക്കുന്ന ജീവിതം ഏതാണ്, ഭർത്താവാണോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളാണോ അല്ലെങ്കിൽ ആരുമായിട്ടാണോ നമ്മൾ ഒരു സ്നേഹത്തോട് ജീവിക്കുന്നത് അത് നിലനിൽക്കാനും നമുക്ക് വളരെയധികം ഈശ്വരാനുഗ്രഹം ഉണ്ടാവുള്ളൂ. പലരും വന്നിട്ട് പറയും എനിക്ക് അവ അകന്നു പോയി എന്നൊക്കെ പറയുമ്പോൾ അത് വശ്യപ്രവൃത്തി ചെയ്ത് തരണം, ആകർഷണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഈ ദാമ്പത്യ ദുരിതം നിൽക്കുന്ന സമയത്ത് നമ്മൾ വശീകരണ ക്രിയകളോ മറ്റുള്ള അവരുമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആകർഷണത്തിനോ വശീകരണത്തിനൊക്കെ നമ്മൾ എന്തെന്നെ ചെയ്താലും താൽക്കാലികമായിട്ടുള്ള ഒരു അനുഗ്രഹം മാത്രമാണ് നമുക്ക് ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ എന്താണ് എന്നും അടുക്കലും അകലും ഒരു സ്നേഹം എന്നുള്ളത് കിട്ടാൻ വേണ്ടി ചെന്നോടുത്ത് പുലിവാലിൻ്റെ ഒരു എട്ടാംകട്ടിയായിട്ട് മാറുക എന്നുള്ളൊരു അവസ്ഥ വരും. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ദാമ്പത്യ ദുരിതമാണ്. അപ്പം അത് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാതെ എല്ലാ തരത്തിലുള്ള സുഖ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗമുണ്ടാവും എന്ന് മാത്രമല്ല അത് അനുഭവത്തിൽ വരികയും ചെയ്യും.
യോഗ ഇങ്ങനെ പേപ്പറിൽ എഴുതി കൈ പിടിച്ച് നടന്നിട്ട് കാര്യമല്ലോ, ജീവിതത്തിൽ അത് അനുഭവിക്കാൻ സാധിക്കും. പിന്നെ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ ചിലവും ഇതൊക്കെ ചെറുതാക്കിയിട്ടും വലുതാക്കിയിട്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞത് തന്നെ. പക്ഷെ അത് അല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എനിക്ക് പൈസ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ വേണമെന്ന് വെച്ചാൽ വിഷ്ണു പ്രതിമ വാങ്ങുക. അത് വിഷ്ണു അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ പ്രതിമ വാങ്ങുക, അല്ലെങ്കിൽ ചതുർബാഹു പ്രതിമ എന്നൊക്കെ പറയുന്ന അതൊക്കെ വിഷ്ണുവിൻ്റെയാണ്. അത് വാങ്ങിയിട്ട് ഒരു മഞ്ഞപ്പട്ടിൽ വെക്കുക. ആദ്യം ഒരു നാക്കിലെടുക്കുക. ഈ നാക്കില എന്ന് പറഞ്ഞാൽ തൂശനില, തുമ്പല ഒക്കെ പറയും, പല ഭാഗത്തും പല പേരായതുകൊണ്ടാണ്. ഒരു ഇലയിൽ വെച്ച് ഒരു നിലവിളക്ക് വെക്കണം. ആദ്യം നിലവിളക്ക് വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ ഈ ഒരു ഇല വെച്ച് ഇലയുടെ മേലെ മഞ്ഞപ്പട്ട് വെച്ചതിന് ശേഷം അതിൽ ഈ ചതുർബാഹു പ്രതിമ, വിഷ്ണു പ്രതിമ അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ പ്രതിമ ഇതിലേതെങ്കിലും ഒരു പ്രതിമ വെച്ചതിന് ശേഷം അരി നെല്ലും പൂവും കൂടി നമ്മൾ ഇങ്ങനെ 3 പ്രാവശ്യം ഒരു ചെറിയൊരു ഇങ്ങനെ എടുത്താൽ മതി. ഒരു പൂവ് എടുക്കുക, 2 പൂവ് എടുക്കുക. എന്നതിന് ശേഷം ഓം നമോ നാരായണായ നമ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം ഇങ്ങനെ ഒഴിയുക, അതിലേക്കിട്ടുക. അങ്ങനെ എന്താണ്, എന്നിലും എൻ്റെ ദേഹപരമായിട്ടും കുടുംബജീവിതത്തിലും ബാധിക്കുന്ന സർവ്വ ദാമ്പത്യ ദുരിതശാപങ്ങളും ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതിങ്ങനെ ഒഴിഞ്ഞിട്ട് അതിലേക്കിട്ടുക. അങ്ങനെ 108 പ്രാവശ്യം അല്ലെങ്കിൽ 336 പ്രാവശ്യം അല്ലെങ്കിൽ 1000 പ്രാവശ്യം ചെയ്യാം. ഏതിന് 108 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം അതിലിട്ട് അത് എല്ലാ പട്ടും കൂടി കയ്യിലെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ ഒഴിയുക. എന്താണ്, എന്നിലും എൻ്റെ കുടുംബപരമായിട്ടും ദേഹത്തിലും കുടുംബജീവിതത്തിലും ബാധിക്കുന്ന ദാമ്പത്യ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു പോകണം ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അത് കയ്യെ പിടിക്കുക, പിടിച്ചിട്ട് അത് കെട്ടിയിട്ട് നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ തൃപ്പടിയിൽ വെച്ച് പാൽപ്പായസം കഴിച്ചിട്ട് തെറ്റ് പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ദോഷങ്ങൾ മാറും. നിലവിൽ നമ്മൾ ആരായിട്ടാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഭർത്താവ് ചിലപ്പോൾ വയ്യാതെ കിടക്കുകയാണെങ്കിലും നോക്കാൻ പറ്റാത്ത രീതിയിലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് കിടക്കുമ്പോൾ മറ്റൊരാളുമായിട്ട് നിലവിൽ അടുപ്പമുള്ള വ്യക്തികൾ ഒരുപാടുണ്ട്. കാരണം അവരെയും ഒഴിവാക്കാൻ പറ്റില്ല. അവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സഹായങ്ങൾ മുട്ടും. എന്നാൽ വീട്ടിൽ ഭർത്താവാണിച്ചെങ്കിൽ അദ്ദേഹത്തിന് നമുക്കൊന്നും സഹായിക്കാനും പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഈ 2 ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ടുവേണ്ടി വരുന്ന ഒരുപാട് സ്ത്രീകളുടെ അവസ്ഥ നമുക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പലവർക്കും അറിയാം. അതെന്താണെന്ന് വെച്ചാൽ ഭർത്താവിനെ കൊണ്ടാണ് വെച്ചാൽ ഒരു തരത്തിലും പറ്റാത്തൊരവസ്ഥയിൽ കെടുക്കുകയും ചെയ്യുക. എന്നാൽ മറ്റൊരാളുടെ സ്നേഹം ഒക്കെ പരിചരിക്കാനും സഹായിക്കാനും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടുകയും ചെയ്യും. എന്നാൽ സ്നേഹിക്കാൻ വേണ്ടി വരുന്ന ആളുകളുമായിട്ടാകുമ്പോൾ എല്ലാ തരത്തിലുള്ള അടുപ്പങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ആ ഉണ്ടാവുന്നതോട് മൂലമാണ് നമുക്ക് ഈ ദോഷങ്ങളൊക്കെ വരിക. അപ്പോൾ ആ പ്രശ്നത്തിനും ഒഴിഞ്ഞു പോയി ഈ 2 ബന്ധങ്ങളും നിലനിർത്താനും സാധിക്കും. കാരണം വെച്ചാൽ ഈ നിലവിലുണ്ടായിരുന്ന ഭർത്താവിന് നമുക്ക് ശാസ്ത്രീയമായിട്ടൊക്കെ പറയുമ്പോൾ ഭർത്താവ് ഉള്ളപ്പോൾ വേറെ ആളെ കൂടെ പോയി, അല്ലെങ്കിൽ അവനൊക്കെ എന്തിനാ വെച്ചിരിക്കുന്നു, അവൾക്കൊക്കെ എന്തിൻ്റെ കേടാന്നൊക്കെ പറയും. പക്ഷേ ഒറ്റപ്പെടൽ എന്ന് പറയുന്നതും ജീവിതത്തിൽ ഒരു താങ്ങും തണലായിട്ട് ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നതൊക്കെ അത് ആരുമില്ലാത്തവർക്ക് അത് വലിയൊരു സഹായം തന്നെയാണ്. പക്ഷെ അതൊക്കെ നമ്മൾ ദോഷത്തിൻ്റെയും ദുരിതത്തിൻ്റെയും പേരിൽ പലവർക്കും ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, എന്നാൽ പലവർക്കും ഇതിൻ്റെ ആവശ്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ദോഷത്തിൻ്റെയും ദുരിതത്തിൻ്റെയും പേര് പറഞ്ഞിട്ട് നമ്മൾ ജീവിതം നരകിക്കാനും വയ്യ. അപ്പോൾ അതിനൊക്കെ പ്രതിവിധികളാണ് പറയുന്നത്. നമുക്ക് 2ഉം നിലനിർത്തി കൊണ്ടുപോകും വേണം. ജീവിതത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട ഒരു ദുഃഖങ്ങൾ നമുക്ക് ആർക്കും വരാനും പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രതിവിധി നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തേക്ക് നോക്കിക്കാൻ വേണ്ടി വരുന്ന ആളുകളിലൊക്കെ വലിയൊരു ശതമാനം ആളുകൾക്കൊക്കെ ഈ ഒരു പ്രശ്നം നല്ലതുപോലെ ഉണ്ട്. കാരണം ഒന്നിൽ കൂടുതൽ ബന്ധങ്ങളായിട്ടാണ് ഉള്ള ആളുകൾ. അപ്പോൾ നല്ല ജോഡിയായിട്ടുള്ള വരൻ ചെക്കന്മാരാണ് കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. നല്ല കുടുംബപരമായിട്ടുള്ള സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഭാര്യ ഭർത്താക്കന്മാരായിട്ടോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ ഒരു സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന പെൺകുട്ടികൾ ഒരുപാടുണ്ട്. അവരെ പറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് അവരിൽ ഇങ്ങനെയൊക്കെയുള്ള ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നുള്ളത് നമുക്ക് അനുഭവത്തിലുള്ളത് കൊണ്ടും ഈ പ്രതിവിധി ചെയ്തതിന് ശേഷം പരിപൂർണമായിട്ടും ജീവിതം സൗഭാഗ്യമായിട്ടുള്ളത് കൊണ്ടുമാണ്. അപ്പോൾ നിങ്ങളിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ നമുക്കിതൊരാളോട് പറയാൻ പറ്റുന്നൊരു വിഷയമല്ല. കാരണം നമ്മൾ മറ്റൊരാളുടെ അടുപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ താഴ്ത്തിക്കെട്ടാനും മോശമാക്കാനും എല്ലാവരും തരം താഴ്ത്തിയിട്ടൊക്കെ പറയും. പക്ഷെ നമ്മൾ വിദ്യാഭ്യാസം കൊണ്ടും പണം കൊണ്ടും സൗന്ദര്യം കൊണ്ടൊക്കെ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിലൊക്കെ ജീവിക്കുന്ന വ്യക്തികളിലൊക്കെ എന്നാൽ ആ വ്യക്തിയുടെ സുഖ ജീവിതത്തിന് പരാജയവും അല്ലെങ്കിൽ സന്തോഷങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷെ അത് അവർക്ക് എന്നിരുന്നാലും ഇത് പുറമേ ഒന്ന് പറഞ്ഞ് പരിഹരിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ പലരും ഇത് മിണ്ടാതിരിക്കുന്നത് ഉണ്ടായിരിക്കും. പ്രസാദ് വൈദ്യർ എന്നല്ലെങ്കിൽ കാർത്തിക
ആയുർവേദിക്സ് നടത്തുന്ന ഞാനും അല്ലെങ്കിൽ കരിന്തറ മാന്ത്രിക വൈദ്യമഠമായിട്ടുള്ള ഞാനും എന്ത് കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്നതും അതുകൊണ്ട് പരിഹാസവും ഒക്കെ നമുക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരിക്കും. പക്ഷേ ഈ അനുഭവം ഉള്ള ആളുകൾക്ക് ഇത് കേൾക്കുമ്പോഴും പറയുമ്പോഴൊക്കെ അത് വലിയ ഒരു ഉപകാരവുമാവും. അങ്ങനെ ദുഃഖിക്കുന്നവരുടെ ദുരിതം മാറി നല്ലൊരു ഐശ്വര്യ ജീവിതം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രതിവിധി നിങ്ങളിലേക്ക് വേണ്ടി പറഞ്ഞു തന്നത്. ഈ വീഡിയോ പിന്നെ നിങ്ങൾ ആരും ഷെയർ ചെയ്യൊന്നും വേണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഈ വീഡിയോ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾ വിചാരിക്കും ഇവളെന്താ ഇപ്പം എൻ്റെ കാര്യം ഇങ്ങനെ പറയാൻ കാരണം എന്ന് തോന്നും. വേണ്ടവർ കാണുമ്പോൾ കണ്ടിട്ട് അവർക്ക് ഇങ്ങനത്തെ ഒരു സാധനം മനസ്സിലാക്കിയിട്ട് അവർ വേണമെങ്കിൽ ചെയ്തോട്ടെ. നിങ്ങൾ സുഹൃത്തുക്കളാണെന്ന് കരുതിയിട്ട് ഇപ്പം ഈ ഇടുന്ന വീഡിയോ, കാരണം ഞാൻ ഈ പറഞ്ഞ ദാമ്പത്യ ദുരിത ശാപം തീർക്കുന്ന വീഡിയോ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണ്ട. ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവളെന്തിനപ്പോൾ എനിക്കിത് ഇട്ടുതരാൻ കാരണം എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്നാൽ പരസ്പരം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും ഞാൻ.